മായം നടക്കടാങ്കട് എന്താ നിന്റെ കാലിന്റെ മുകളിൽ അമ്മിക്കുട്ടി കെട്ടി തൂക്കിയിട്ടുണ്ടോ? ആ വീട്ടിൽ പോയിട്ട് കഴിക്കാം. വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഉണ്ടാക്കിയിട്ടൊക്കെ എപ്പി കഴിക്കാനായിട്ടാ. എടി പോയിട്ട് ലേശം കഞ്ഞി വെച്ചിട്ട് നല്ല മീൻ വറുത്തും കൂട്ടി കഴിച്ചപ്പോ പിന്നെ എന്താ വേണ്ട? പൊറോട്ട പൊറോട്ട മേടിച്ചു കൊടുക്കേട്ടാ. ഞാൻ ഹോട്ടലിൽ കയറിയാലോ? മതി നന്നാവില്ല, നല്ലതായിരിക്കും. എന്നാ വാ. ഇവിടെ ഇരിക്കല്ലേ? അതെ, എന്താ വേണ്ട ചോക്ക ചോദിച്ചു മേടിച്ച് കഴിച്ചോളൂ. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടില്ല ഇത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണിൽ വെള്ളം നടക്കാൻ നിൽക്കരുത് കേട്ടോ. എന്തൊക്കെ വേണ്ട വെച്ചാ പറഞ്ഞോ. എന്താ വേണ്ടേ പറ. അപ്പം കറിയോ? കറി ചില്ലി ചിക്കൻ മതി. അപ്പൊ നീ എന്നോട് ഇങ്ങോട്ട് വരുമ്പോ എന്താ പറഞ്ഞ പൊറോട്ട വേണോന്നല്ലേ? പൊറോട്ടയും വേണോ? പൊറോട്ട അപ്പ വേണ്ട പറ. അപ്പം വേണം പൊറോട്ടയും വേണം. അപ്പം വേണം പൊറോട്ടയും വേണം. ഒരു പൊറോട്ടയും മേടിക്കാം, ഒരു മറ്റേ അപ്പം മേടിക്കാം. അതുപോലെ ഒരെണ്ണം വേണ്ട, മൂന്നെണ്ണം വേണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവൻ ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ കഴിക്കൊന്നുമില്ല. അതുകൊണ്ട് ഒരു ബീഫ് കറിയും കൂടി പറഞ്ഞു. നിനക്ക് ബീഫ് കറി വേണമെന്ന് പറഞ്ഞു. ഇവന് വേണ്ടി വരുമെന്ന് വേണ്ടേ? കണ്ട എനിക്കറിയാം. ബീഫ് കറി പിന്നെ ചപ്പാത്തി മൂന്നും കൂടി വേണ്ട ചക്ക, ഏതെങ്കിലും ഒന്ന് മതിയത്. ഹോട്ടലിൽ പോകുമ്പോ കഴിക്കണ്ട. ഏട്ടാ അങ്ങനെ വഴക്ക് പറയല്ലേ, കൊച്ചു കഴിക്കട്ടെ. നിനക്കെന്താ വേണ്ട പറ. ബീഫ് വിന്താലു അതും വേണേ. വിന്താലു അല്ല, നന്നായി വെന്തിട്ടുണ്ടാവും. വെന്താലോ? അതാണ് വെന്തിട്ടില്ല. വെന്തിട്ടുണ്ട്, നല്ല സാധനം, നല്ല ഓർഡർ, നന്നായി പോകുന്നത്. ഇനി നമുക്ക് ഓർഡർ ഒന്ന് പറയാം അല്ലെ? മോൻ എന്തൊക്കെ പറഞ്ഞേ? അപ്പം പൊറോട്ടയും. അപ്പം എത്ര എണ്ണം വേണം? 5 എണ്ണം. പിന്നെ പൊറോട്ട 2 എണ്ണം മതിയടാ. 5 അപ്പവും പിന്നെ 3 പൊറോട്ടയോ? അവൻ കഴിക്കും സാറേ. 3 പൊറോട്ട അല്ലേ? 3 പൊറോട്ട. പിന്നെന്താ? ചപ്പാത്തി 2. ഇതിനെന്താ കറി വേണ്ട? കറി തന്നെ മറ്റേ ഈ ചിക്കൻ കറി. ചിക്കൻ കറിയാണോ? ഫ്രൈ അല്ലേ? ചില്ലി ചിക്കനാ പറഞ്ഞു. ചില്ലി ചിക്കനാ മോൻ പറഞ്ഞേ. അതല്ല പ്രശ്നം. എടാ നിനക്ക് നീ ചില്ലി ചിക്കൻ കഴിക്കില്ല, ഓർമ്മയുണ്ടാ? അന്ന് നമ്മൾ ആ കല്യാണ റിസപ്ഷന് പോയിട്ട് പിന്നെ അത് ചില്ലി ചിക്കൻ വെട്ടിക്കോ. ഒരു മിനിറ്റ്. ആദ്യം മോൻ എന്താ പറഞ്ഞേ? 5 അപ്പം അല്ലേ? അപ്പം 5 എണ്ണാണോ അപ്പം? നിനക്ക് അപ്പമാണ് കൂടുതൽ ഇഷ്ടം പൊറോട്ടയാണോ? പൊറോട്ട കണ്ട അതാ പൊറോട്ട കൂടുതൽ പറയപ്പോ. ഏതെങ്കിലും ഒന്ന് പറ, അവർക്ക് വേറെ അല്ല കുഴപ്പമില്ല. 5 പൊറോട്ട ആക്കാം നമുക്ക് അല്ലേ? 5 പൊറോട്ടയും 3 അപ്പവും അല്ലേ? പിന്നെന്താ? ഏട്ടന് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു കാലി പൊറോട്ട തന്നാ മതി. പിന്നെ ലേശം സാമ്പാർ ഒഴിച്ചിട്ട്. അല്ല ഈ സാമ്പാർ അങ്ങനെ കിട്ടില്ല. പൊറോട്ട മേടിച്ചതിന് വേറെ കറി വേണം. അതിന് സാമ്പാർ വേറെ കറിയായിട്ട് തന്നാ മതിയല്ലോ. അല്ല ഈ സാമ്പാർ കറിയായിട്ട് വേണമെങ്കിൽ അതിനെ റോസ്റ്റോ മസാല ദോശ ഒക്കെ മേടിക്കും. മസാല ദോശ മസാല ദോശ ഉണ്ട്. പൊറോട്ട മതി, ഞാൻ ഇതിൽ മുക്കി തന്നോളാം. ഇവൻ തരില്ലായിട്ട് അറിഞ്ഞു. അല്ല നീ മേഡത്തിന്റെ ഓർഡർ പറഞ്ഞില്ല? അപ്പം വേണ്ട, എല്ലാരും അപ്പം. നൈസ് പത്തിരി മതി. നൈസ് പത്തിരിയും ഗോബി മഞ്ചൂരി ഡ്രൈയും. അല്ല ഇനി സംശയമൊന്നുമില്ലല്ലോ, ഓർഡർ കറക്റ്റ് അല്ലേ? അപ്പൊ ഇതെടുത്താൽ കുൽഫി. അത് കഴിയുമ്പോഴേക്കും തരാം. എന്താണ് ഈ കുൽഫി? ഇവിടെ കണ്ടില്ലേ പണം? അതൊന്നും വീട്ടിൽ പറ്റില്ല, അങ്ങനെ വരുമ്പോഴേ കിട്ടുള്ളൂ. കുൽഫി 2. അല്ല മട്ടൻ കറി ഒന്നും പറഞ്ഞില്ല. ഇത് മതി. ശരി. അയ്യോ ഏട്ടന് കട്ടൻ ചായ വേണമായിരുന്നോ? ഈ കട്ടൻ ചായ എനിക്ക് കുറച്ച് വിഷ വേണ്ടത്. അതിനെങ്ങനെ വിഷം കുടിച്ച് അവന് മാർഗമല്ലോ. 1 ലിറ്റർ അവൻ തന്നെ വേണം. അങ്ങനെ പറയില്ല, അവന് വിഷമാവും. അതെ, ഇങ്ങനെ കഴിക്കണ ഭാര്യയും കുട്ടിയും കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യ. ഭയങ്കര ഭാഗ്യ. എന്താ വേണ്ട? വേണോന്ന് ചോദിച്ചേട്ടാ. തിന്നൊന്നും പറഞ്ഞു വേണോ ചോദിച്ചോളൂ. മട്ടൻ ചാപ്സ് റെഡി ആയിട്ടുണ്ട്, എടുക്കട്ടെ? ഒന്നും വേണ്ട കേട്ടോ, ഒന്നും വേണ്ട. ബില്ല് മതിയോ? എന്നാ ഞാൻ അവന് വേണോന്നുണ്ടായിരുന്നു. എന്ത്? മട്ടൻ ചാപ്സ്. മറ്റേ കയ്യടി കൊണ്ട് കുൽഫി കൊണ്ടുവരാൻ. കുൽഫി ഒന്നും വേണ്ട, ആ ബില്ലെടുക്കാൻ പോയി. നീ വന്ന് കയ്യടിക്കാണ്ട്. ഫുഡൊക്കെ ഓക്കെ അല്ലേ സാറേ? ഫുഡ് എന്താ ഇവിടെ വെച്ചുണ്ടാക്കിയത് മുഴുവൻ ഞങ്ങളുടെ കഴിച്ചല്ലോ. ഇതെന്താ സാറേ ഇത്? ഞങ്ങള് കഴിച്ചിട്ടില്ല കേട്ടാ.
സുധേട്ടാ അത് പാർസൽ ചെയ്ത് കൊടുക്ക്. ഏത് ഇതോ? അത് GST ആണത്. ആ സാറേ ഇത് GST ആണത്. എന്ത് GST? നിങ്ങളുടെ ഹോട്ടലിന് GST-യോ? AC ഉള്ള എല്ലാ റെസ്റ്റോറന്റുകൾക്കും 18% GST. AC ഉള്ള ഹോട്ടലിനല്ലേ? ആ നമുക്ക് AC ഉണ്ടല്ലോ. അങ്ങനെ എന്താണ് AC? ഇതാ ചുട്ടിട്ട് ഫാൻ ഇട്ടാൻ പറഞ്ഞ ഫാൻ കൂടി ഇട്ടില്ലല്ലോ. കറണ്ട് ഉണ്ടായില്ലല്ലോ. AC ആണെങ്കിൽ കംപ്ലൈന്റ് അത് നേരാക്കാൻ ആള് വരും. കറണ്ട് ഇല്ലാത്തോണ്ട് ഫാൻ ഇട്ടില്ല, അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ചെയ്യും, ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി 930 ഞാൻ തരും. GST QST ഒക്കെ ഉണ്ടല്ലോ, ഈ 167 അത് ഞാൻ തരൂല, എന്റെ അടുത്ത് ഇട്ടില്ല. അയ്യോ സാർ അങ്ങനെ പറഞ്ഞ നടക്കൂല. എന്ത് നടക്കൂല? എനിക്കിത് പെട്ടിയിൽ മേടിച്ചിരുന്ന പൈസ അല്ലേ, ഇത് സർക്കാരിന് കൊടുക്കണം നമ്മള്. എന്റെ സുഹൃത്തെ, സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം, അല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ നിങ്ങൾ നാട്ടുകാരെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാൻ നിൽക്കരുത്. ഏട്ടാ AC കംപ്ലൈന്റ് ആയതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ ആള് വരും. നിങ്ങൾ വേണേ AC വരുമ്പോ ഇരുന്നോ, 1-2 മണിക്കൂർ അതിന്റെ അടിയിൽ ഇരുന്നോ. ഞാൻ ഈ പൈസ ഞാൻ തരും, 930 ഞാൻ തരും. ചേട്ടാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം, നമ്മളിവിടെ ബില്ല് അടിച്ച് അപ്പൊ തന്നെ ഓൺലൈനിൽ അവിടെ അറിയും. നമ്മൾ ഇതിന്റെ GST കൊണ്ടുപോയി അടക്കേണ്ടി വരും. GST എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ആളുകളെ കയ്യിൽ ഇങ്ങനെ പിഴിയാൻ നിൽക്കരുത്. സാറെ പോലെ ഒരു മാന്യനെ അങ്ങനെ പറയല്ലോ, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കാശ് കൊടുക്കില്ല, മോശമായിട്ട് അതൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. ഭക്ഷണം കഴിച്ചതിന്റെ പൈസ കൊടുക്കാൻ എനിക്കറിയാം, ഞാൻ കൊടുത്തോളൂ. അല്ലേ ചേട്ടൻ ഒച്ചെടുക്കല്ലേ ഇവിടെ മറ്റേ ആളുകൾ ഭക്ഷണം കേട്ടോട്ടെ. നിങ്ങൾ പൈസ തരണ്ടേ, പോയിക്കോ. നിങ്ങൾ ഒന്നും തരണ്ട, പോയിക്കോ. എത്ര ദരിദ്രവാസികൾക്ക് നമ്മൾ ഓരോന്ന് വെറുതെ കൊടുക്കും, അതേമാതിരി കുട്ടികൾ അങ്ങനെ സംസാരിക്കരുത് കേട്ടോ, അത് ഭയങ്കര അപ്പൊ മാന്യനാണെങ്കിൽ സാർ അത് കൊടുത്തിട്ട് പോന്നെ. കുട്ടികൾ പിന്നെ ഞാൻ മനല്ലേ ഭക്ഷണം കഴിച്ച പൈസ കൊടുക്കാത്ത എനിക്കറിയാം. അതാ കൊടുത്തു പൊക്കോളൂ സാറേ. കൊടുക്ക്. ആളുകൾ കേൾക്കുന്നു, നിങ്ങൾ തന്നില്ല തരണ്ട, പോയിക്കോ മിസ്റ്റർ. വേണ്ടെന്ന്, നിങ്ങളുടെ ഭക്ഷണം കഴിച്ച പൈസ ഞങ്ങൾ തരും. GST ഉണ്ടോ? എല്ലാം ബില്ല് തരാം. അതെ, ഇത് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ നോക്കട്ടെ. വെറുതെ ആൾക്കാരെ അങ്ങനെ കൊള്ളടിക്കാൻ വേണ്ടി ഒച്ചെടുക്കാതെ പോയേട്ടാ ചെല്ലി. അയാളോട് ടിപ്പ് ചോദിക്കണം കരുതിയതാ, ആ മോന്ത നോക്കിട്ട് എങ്ങനെയാ ചോദിക്കാം. എത്ര ബില്ല്? ബില്ല് 1097. ഞാൻ എത്ര നിങ്ങൾക്ക് തന്നത്? 1100. ബാക്കി 3 രൂപ എവിടെ? എന്താണ് 3 രൂപ ഇല്ലേ? ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് ഇല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് വേണം. ചേഞ്ച് ഇപ്പൊ 3 രൂപ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് 167 രൂപ വെറുതെ വാങ്ങിച്ചില്ലേ? ഒച്ചെടുക്കല്ലേ ചേട്ടാ? ഒച്ചെടുക്കല്ലെന്ന് പറഞ്ഞാ ഒരു 3 രൂപ. 3 രൂപ എന്ന് പറഞ്ഞാൽ 3 രൂപ ഇതാ. അത് തന്നെ. ഇതെന്താ മിഠായി? അത് നീ തിന്നോ? എനിക്ക് വേണ്ട മിഠായി, എനിക്ക് 3 രൂപ മതി. ഒരു ഇവിടെ മിഠായിയാണ്. എനിക്ക് 3 രൂപ മതി. ചേട്ടൻ 10 രൂപ വെച്ചോ. എന്തിന്? അല്ല ഇവിടെ ചേഞ്ച് ഇല്ല. എനിക്ക് 3 രൂപ മതിയെന്ന്. അതെ, 3 രൂപ എടുത്തിട്ട് 7 ഉറുപ്പ ഉണ്ടെങ്കിൽ തരാം, അല്ലെങ്കിൽ 10 സാറും. ഞാൻ മാന്യം തന്നെയാണ് കേട്ടാ. 3 രൂപ നീ ടിപ്പ് വെച്ചോ. മോനെ അച്ഛനില്ലാത്തപ്പോ അമ്മയൊക്കെ പറഞ്ഞോട്ടാ. അതെ, ആകെ പ്രശ്നം കേട്ടോ. അയാള് ബില്ലായിട്ടാ പോയാണ്. അയാൾ വല്ല കേസും കൊടുത്താലോ? എവിടെ കൊണ്ടുപോയിട്ട്? എന്തിനാണെന്ന്? അല്ല ഈ GST പിടിച്ചു പറഞ്ഞിട്ട് കേസ് കൊടുത്താ? എന്റെ സുഹൃത്തേട്ട് ഈ GST എന്താണെന്ന് ഉണ്ടാക്കിയേക്കണോന്ന് പറഞ്ഞൂടാ, നമുക്ക് പറഞ്ഞൂടാ, അയാൾക്ക് പറഞ്ഞൂടാ, പിന്നെ എവിടെ കൊണ്ടുപോയി കൊടുക്കാൻ? കുഴപ്പമില്ലല്ലേ? എന്ത് കുഴപ്പം? GST എന്താന്ന് ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. എന്റെ സുഹൃത്തേട്ട് ഇതുപോലത്തെ നിയമമൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഇടയ്ക്കൊരു ആശ്വാസമായിട്ടാണ്. ഇപ്പൊ ഈ പിരിച്ചിരുന്ന പൈസയൊക്കെ നമ്മൾ എടുക്കും. എന്താ ആ കാലിച്ചായ കുടിച്ചവർക്കൊക്കെ GST കൊടുക്കട്ടാ, അല്ലേ? 15 കൊടുക്കുന്നുണ്ട്. ഭയങ്കര എഴുത്തലാണല്ലോ. എന്താ സീതള ഒരുപാട് കണ്ടിട്ട് കേട്ട്. ഇവിടെ വരാതിരിക്കാൻ പ്രാർത്ഥിക്ക്. വരാതിരിക്കാനാ? ഞങ്ങൾക്ക് ഇവിടെ ആരും കയറി വരട്ടെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് നമ്മുടെ ആ സ്ഥിരം തരാറുള്ള തൈറോയിഡിന്റെയും പിന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ള ആ മരുന്ന്, ഓഹോ, അത് 1 മാസത്തേക്കുള്ള എടുത്തേക്ക് കേട്ടാ. 1 മാസത്തേക്കുള്ള? 1 മാസത്തേക്ക്. എടുത്ത ഞാൻ ബ്ലോക്കിലൊന്ന് പോകാൻ നിൽക്കണം. തെങ്ങ് തൈ കൊടുക്കണ്ടെന്ന് പറയണ്ട അവിടുന്ന്. എന്നാ ശരിട്ടാ. സുമേഷേട്ടാ, സുമേഷേട്ടാ, എനിക്ക് ബാക്കി എത്രയാണ്? ബാക്കി എത്ര? 30 രൂപ. ആ 30 രൂപയാണെന്ന്. ഞാൻ 500 എനിക്ക് 90 തരണ്ടേ ബാക്കി? അതെന്തിനാണ്? 410 അല്ലേ? ഞാൻ സ്ഥിരം മേടിക്കണല്ലേ ഇവിടുന്ന്. അതല്ലാട്ടാ, ടാക്സ് കൂടി. ടാക്സാ? എന്ത് ടാക്സ്?
അതോ GST കൂടിയത് അറിയില്ലേ? GST മരുന്നിനാ? ആ മരുന്നിന് GST ഉണ്ടാ? ഇപ്പൊ അതൊക്കെ ഉണ്ട്. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. ഈ പാവങ്ങളെയും കൂടി പിഴയണാണോ ഈ GST കാര്യം പറഞ്ഞു? അത് ഞങ്ങളല്ലല്ല, സർക്കാരല്ലേ. ഒയ്യോ, ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ ഇത് സാധാരണക്കാർക്ക് ഉപകാരത്തിനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വലിയ പൊല്ലാപ്പായിരിക്കാനുള്ള. ചേട്ടാ ഈ മരുന്നുണ്ടോക്കി? ആ സത്യമായിട്ട് അതെന്തായി? എന്താ ഒന്നും പറയാനില്ല. ഈ മരുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ആർക്കാണ്? എന്താ മണ്ടു ചക്കൻ ആസ്പത്രിയിൽ? അയ്യോ എന്തുപറ്റി? എന്താ ഇന്ന് ആ ഹോട്ടലിലുള്ള ഭക്ഷണമൊക്കെ പാടെ വാരി വലിച്ച് തിന്നിട്ടേ എന്റെ ചക്കനല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞ കേക്കണ്ടേ. എന്നിട്ട് ഇപ്പൊ വയറൊക്കെ വീർത്ത് മുട്ടിയിട്ട് ഇപ്പൊ ആസ്പത്രി കൊണ്ടേ കിടക്കാണ്. ആസ്പത്രിയിൽ മരുന്നില്ലാന്ന്. അയ്യോ, നീ എന്താ ഇവിടെ? ഇല്ല, ഞാൻ ഇവിടെ സ്ഥിരം മരുന്ന് മേടിക്കുന്നതാണ്. ഇവിടെ ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടല്ലോ, പിന്നെ ആ തൈറോയിഡിന്റെ മരുന്ന് മേടിക്കും. നോക്കിയപ്പോ ഇപ്പൊ അത് ഭയങ്കര കാശ് കൂടിയേക്കണേ, GST ആണെന്നും പറഞ്ഞിട്ടേ. എന്തിനു മരുന്നിന് GST? എനിക്ക് സാധാരണ ഇത്രയും വരാനുള്ള 410 രൂപ വരാറുള്ളൂ. ഇപ്പൊ എനിക്ക് അതൊന്ന് 19 രൂപ കൂടി കൂടിയേക്കാണ്. അല്ല എന്താണ് ഇവരെ വിചാരിക്കാൻ? എന്ത് സംഭവം? ഹോട്ടലിൽ ഞാൻ പല്ലമുടി ഉണ്ടാക്കിട്ട് വരികയാണ്. ഞങ്ങള് 930 ഉറുപ്പ്യക്ക് എങ്ങാണ്ട് ഭക്ഷണം കഴിച്ച് അതിന്റെ കൂടെ ഉണ്ട് 167 ഉറുപ്പ്യ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. നോക്കാം ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി തമ്മത്തെറ്റായി അവസാനം പണ്ടാരം പൈസയും കൊടുത്ത് പോന്നു. ഇത് ഹോട്ടലിലെ പോട്ടെ, ഈ മരുന്നിനൊക്കെ ഇങ്ങനെ GST എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റണ്ടേ ഇവിടെ? ഇതിന് GST ഉണ്ടാ? GST ഉണ്ടാ മരുന്നിന്? എല്ലാത്തിനും ഉണ്ട്. ഇത് എന്ത് തെമ്മാടിത്തരാണ് എന്റെ പൊന്നി ചേട്ടാ. അയ്യോ ഞങ്ങളല്ല നമ്മടുത്തരം കാണിക്കുന്നത്, അത് അവിടെ നിന്നാണ് കേട്ട്. അതെ, ഇത് എന്റെ കൂടെ വരുമോ? ഇങ്ങാട് നമുക്ക് ആ സെയിൽ ടാക്സ് ഓഫീസ് വരെ ഒന്ന് പോയി നോക്കുക. നമ്മ പോയിട്ട് എന്ത് കാര്യമാണ് അവിടെ? എന്താന്ന് അറിയാലോ. അല്ലാതെ ഈ കയ്യിലുള്ള പൈസ പിന്നെ ഇങ്ങനെ വാങ്ങി വെച്ചാല് ഇല്ലാന്ന്. ഇതിപ്പോ അവിടെ പോയാൽ നമ്മളോടൊക്കെ പറഞ്ഞു തരുമോ അവര്? പിന്നെ പറഞ്ഞു തരാൻ എന്താന്ന്, നമുക്കിടെ മേലും കിഴന്ന് നോക്കാനല്ലോ. എന്താ കാര്യം എന്ന് ചോദിക്കാം. അപ്പൊ അവര് പറഞ്ഞു തരട്ടെ എന്താന്നുള്ളത്. തൊണ്ടവേദന കൂടിയല്ല, തൊണ്ടവേദന ഇങ്ങനെ മെല്ലെ പറയാ. അപ്പൊ പിന്നെ മരുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. കളിയാക്കല്ലേ അറിഞ്ഞത് തൊണ്ടവേദന? തൊണ്ടവേദനക്കുള്ള മരുന്നുണ്ട്. ഡോക്ടറുടെ ചീട്ടുണ്ടാ? ചീട്ടില്ല, ഡോക്ടറെ കണ്ടല്ല. ഒരു മരുന്ന് തന്നാ മതി. അത് പറ്റിയല്ല, അത് ഡോക്ടറെ തന്നെ കാണണം. എന്താണെന്ന്? ഡോക്ടറെ കാണണമെന്ന്. ഡോക്ടറെ കണ്ടിട്ട് വേണം. ഡോക്ടറെ കണ്ടിട്ട് പോന്ന് അല്ലേ എനിക്ക് തന്നാ മതി ചേട്ടാ. മനുഷ്യന് തൈറോയിഡായി പോയി, അല്ലെങ്കിൽ ചെവിയും പൊളിച്ച് മനുഷ്യനെ. അതെ ചേട്ടൻ കാര്യം ചെയ്യ്, ഇതിന്റെ പൈസ ഞാൻ വൈകുന്നേരത്ത് ഇങ്ങോട്ട് വരുമ്പോ തരാട്ടാ. അല്ല ഇത് ഇവിടെ പോണ്ട, ആസ്പത്രി കയറിട്ട് ഗുളികോടെ കൊടുത്ത മുന്നേ നേരെ പോ. നീ ഒന്നേട് നമ്മയൊക്കെ ചെന്ന പോലെ കാര്യം നടക്കല്ലോ. ഇത് അറിയേണ്ട കാര്യമാണ്, ഇത് അങ്ങനെ വിടേണ്ട കാര്യമല്ല. ഇത് നീ ഇങ്ങോട്ട് പോ. വരാട്ടാ, ഇത് വൈകുന്നേരം തരാം. ചിരിക്കണു. മറിമായം സാറേ നമസ്കാരം. ഇരിക്കും. എന്താ വന്ന കാര്യം? സാറേ ഈ GST എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറഞ്ഞു? അല്ല GST എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ? കാരണം ഞങ്ങള് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് ഈ കച്ചവടക്കാരൊക്കെ പൈസ അങ്ങനെ പറ്റിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിച്ചോ? ആവുക നിങ്ങൾക്ക് ഒരു നിമിഷം. സാർ ഇല്ല സാർ, എൻ്റെ മുന്നിൽ രണ്ടുപേര് വന്നിരിക്കുകയാണേ. അപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം. GST എന്താണെന്ന്, അത്രേ ഉള്ളൂ. ഓ ഞാൻ പറഞ്ഞു കൊടുത്തോളാം സാർ. താങ്ക് യു സാർ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി, അത്രേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഇത് എന്തിനാണ്, ആർക്കാണ് ഇത് കൊടുക്കണത്? ഇതുവരെ ഇല്ലാത്ത നികുതി ഇത് എന്തിനാണ് മേടിക്കണേ? അതുകൊണ്ടുള്ള കാര്യം എന്താണ്? ഈ ചരക്ക് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ്, സേവനം, സർവീസ്, നികുതി, ടാക്സ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് മനസ്സിലാവാത്തത്? ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഈ GST. ഇപ്പൊ ഞങ്ങൾക്ക് ഉള്ള പണിയെടുക്കണ കാശ് മുഴുവൻ ഇപ്പൊ GST അടക്കാനുള്ളൂ. അതെന്താണ് അങ്ങനെ വരണത്? അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചു സാറിനെ ഒന്നുകൂടെ. ഏതെങ്കിലും കാലത്ത് ഞങ്ങൾക്ക് ഗുണം ഉണ്ടാന്ന് പറഞ്ഞാലും മതി. ഞങ്ങളുടെ കമ്മീഷണറാണ്, എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യാൻ പറ്റില്ലേ സാർ? ഇല്ല ഒന്നുമില്ല സാർ, അത് പറഞ്ഞു. അപ്പോൾ അവർക്ക് വീണ്ടും വേറൊരു സംശയം. ഓ ഞാൻ പറഞ്ഞു, സോറി സാറിനും അറിയില്ല.
ഇത് ടാക്സിന്റെ ഓഫീസല്ലേ? അതേന്ന് നമ്മുടെ കമ്മീഷണറാണ്. സാറിന് അതിന്റെ വിവരം എത്ര എന്താണെന്ന് അറിയില്ല. സാറിനറിയില്ല, പക്ഷെ സാറിനറിയില്ലേ? എന്റെ മേളിൽ ഇരിക്കുന്ന കമ്മീഷണർ സാറിന് അറിയാത്ത കാര്യം ആ സാറിന്റെ താഴെയുള്ള ഞാൻ എങ്ങനെ അറിയും? ഞാൻ പിന്നെ എന്തിനാണ് നടക്കുന്നത്? നടക്കണമല്ലോ, എന്തിന്? അത് നിയമമാണ്. ദാറ്റ് ഇസ് റൂൾ. നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഈ നിയമം അങ്ങ് പാലിക്കുക. അതെ, ജൂലൈ 1 നിയമം വന്നു GST പിരിക്കണമെന്ന്. അതുപോലെ ഞങ്ങൾ GST പിരിക്കാൻ തുടങ്ങി. ഞങ്ങളെ പണി കൃത്യമായിട്ട് ചെയ്യണുണ്ട്. എന്റെ പൊന്നു സാറേ, ഞങ്ങളെ എന്ത് തെറ്റ് ചെയ്തു ഞങ്ങൾ ഈ പാവങ്ങള്? ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളോട് കർശനമായിട്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്, വണ്ടിയൊന്നും തടഞ്ഞിട്ട് പിരിക്കാൻ പാടില്ല എന്ന്. ചെക്ക് പോസ്റ്റ് പോലും ഇല്ലല്ലോ. ഞങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ. സാറേ, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ചു, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള എന്റെ ബില്ല് എന്റെ കയ്യിലുണ്ട്. ഇയാൾ മരുന്ന് വാങ്ങിച്ചിട്ടുള്ള എന്റെ ബില്ലുണ്ട്. അപ്പൊ ഇതിലൊക്കെ എഴുതിയിട്ടിട്ടുള്ള ഈ GST എന്ന് പറഞ്ഞിട്ട് ഇവർ വാങ്ങിച്ചിട്ടുള്ള തുക അത് കറക്റ്റ് തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരെടുത്ത് ചെന്ന് ചോദിക്കണത്? അതിപ്പോ ഈ GST പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവരെ സമീപിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി കിട്ടും. മറിമായം